തലൈവർ. ആ പേര് കേട്ടാൽ വെള്ളിത്തിരകളിൽ സ്ഫോടനം. തമിഴ്നാട്ടിൽ ജനം ഇളകും. അത് മറ്റാരുമല്ല, സാക്ഷാൽ രജനീകാന്ത്. ശിവാജി റാവു ഗെയ്ക്വാദ് എന്ന രജനീകാന്ത്. ഇന്ത്യ മഹാരാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച മഹാനടൻ. പിന്നെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. അങ്ങനെ അവാർഡുകൾ എണ്ണിയാൽ തീരില്ല. 1950 തമിഴ്നാട് കർണാടക ബോർഡറിൽ നാച്ചിക്കുപ്പം എന്ന ഗ്രാമത്തിൽ ജനനം. കോൺസ്റ്റബിൾ റാണോജി റാവുവിൻ്റെയും അമ്മ റാംബായിയുടെയും മകൻ. 7ാമത്തെ വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ട ശിവാജി റാവുവിൻ്റെ ബാല്യകാലം അതീവ വേദനാജനകമായിരുന്നു. ദാരിദ്ര്യം നിറഞ്ഞ ബാല്യം. അമ്മ കൂടി ഇല്ലാതെയായപ്പോൾ ചെറുപ്പത്തിലെ വഴിവിട്ടുപോയ ജീവിതവും. 10ാം ക്ലാസ് പൂർത്തിയായപ്പോൾ ശിവാജി റാവു മദ്രാസിലേക്ക് വണ്ടി കയറി. ഒറ്റ ലക്ഷ്യം മാത്രം, എങ്ങനെയെങ്കിലും ഒരു സിനിമാ നടൻ ആവുക. ഒരുപാട് അലഞ്ഞ ശിവാജി റാവു ഒടുവിൽ ഒന്നും നടക്കാതെ, ഒന്നും നേടാതെ വീട്ടിൽ തിരികെ എത്തി. പിന്നെ കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ കണ്ടക്ടറായി ജോലി ലഭിച്ച ശിവാജി നാടകങ്ങൾ അഭിനയിച്ച് തൻ്റെ സിനിമാ മോഹവുമായി ജീവിച്ചു. പിന്നെ മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയ കോഴ്സിന് ചേർന്നു. 1975 തമിഴ് സിനിമാ രംഗത്തെ സംവിധാന കുലപതി കെ ബാലചന്ദ്രനെ കണ്ടുമുട്ടുന്നു. അദ്ദേഹത്തിൻ്റെ അപൂർവ രാഗങ്ങൾ എന്ന സിനിമയിലൂടെ ശിവാജി റാവു വെള്ളിത്തിരയിൽ എത്തി. ബാലചന്ദർ തൻ്റെ പുതുമുഖത്തിൻ്റെ പേര് മാറ്റി പുതിയ ഒരു പേര് നൽകി, രജനീകാന്ത്. അത് ഒരു സൂര്യോദയം ആയി മാറി. പിന്നെ SP മുത്തുരാമൻ സംവിധാനം ചെയ്ത കേൾവിക്കുറി എന്ന ചിത്രത്തിലൂടെ പ്രശസ്തനായി മാറി. പിന്നെ ഹിറ്റുകളുടെ തുടർക്കഥ. പകരം വെക്കാൻ ആളില്ലാത്ത താരരാജാവ്. രജനി എന്ന പേര് തമിഴ്നാട് എന്ന പേരിന് തുല്യമായി മാറി. ടിക്കറ്റ് കിട്ടാതെ ജനം ഷോ മുടക്കിയ സംഭവം വരെ ഉണ്ടായി. രജനീകാന്ത് എന്ന മനുഷ്യൻ്റെ വാക്കുകൾ തമിഴ് മക്കൾക്ക് ദൈവവാക്കായി മാറി. തമിഴ്നാടിൻ്റെ രീതി അനുസരിച്ച് രജനി ഒരു പാർട്ടി രൂപീകരിച്ചാൽ മുഖ്യമന്ത്രി പദം ഉറപ്പ് എന്ന രീതിയിൽ കാര്യങ്ങളെത്തി. പക്ഷേ രജനി അവിടെ നിന്നെല്ലാം മാറി നടന്നു. രാഷ്ട്രീയത്തിൽ നിന്നും അകന്ന് ഇന്നും സൂപ്പർ സ്റ്റാർ, അല്ല മെഗാസ്റ്റാർ, അല്ല സ്റ്റൈൽ മന്നൻ, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുമായി രജനി സജീവം. 73 വയസ്സുള്ള തമിഴ്നാടിൻ്റെ സൂപ്പർ സ്റ്റാർ, അല്ല മെഗാസ്റ്റാർ. മഹാനടൻ വെള്ളിത്തിരയിൽ രാജാവായി ഇന്നും വാഴുന്നു. പകരം വെക്കാൻ ആരുമില്ല. രജനീകാന്ത് അങ്ങ് ഇങ്ങനെ തുടരട്ടെ, ഇനിയും വർഷങ്ങളോളം. ആശംസകളോടെ നിർത്തുന്നു. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി ഇനിയും കാണാം. ടേസ്റ്റ് ഇന്ത്യ മലയാളി.